രണ്ട് രാജ്യങ്ങൾ. ഒന്ന് ലാറ്റിൻ അമേരിക്കയിൽ, നിങ്ങൾ ഈ മുഖം ഓർമ്മയുണ്ടോ ഈ മുഖം? ഹ്യൂഗോ ഷാവസ് എന്ന് പറയുന്ന ആളാണ്. ഒരു 5 വർഷത്തിന് മുന്നെങ്കിലും നമ്മുടെ കോളേജുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭിത്തികളിലും ചില പാർട്ടികളുടെ മുദ്രാവാക്യങ്ങളിലും കൊടികളിലും ബാനറുകളിലും ഒക്കെ ഈ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെനസ്വേലയിലെ സോഷ്യലിസ്റ്റുകാരാണ്. പുള്ളി ഒരു കത്തോലിക്ക വിശ്വാസിയൊക്കെ ആണെങ്കിലും പുള്ളി ഈ പബ്ലിക് സെക്ടറിലേക്ക് എല്ലാം കൊണ്ടുവരിക, എല്ലാം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു പരിപാടി. അവിടെ വേറെ ചിലി എന്ന് പറയുന്ന രാജ്യമുണ്ട്. ചിലി വെനസ്വേലയേക്കാൾ ചെറിയ രാജ്യമാണ്, പോപ്പുലേഷൻ കുറവാണ്. വെനസ്വേലയിൽ ഒരു 3 കോടിയോളം ഉണ്ട്, ചിലിയിൽ ഒരു 1,80,00,000 ഉണ്ട്. വെനസ്വേല സാമാന്യം വലിയ രാജ്യമാണ്, ചിലിയും വലിയ കുഴപ്പമില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ഈ രാജ്യങ്ങൾ ഒരിടത്ത് സോഷ്യലിസം ഉണ്ടായി. 2 പ്രസിഡന്റുമാർ, ഒന്ന് ഈ ഹ്യൂഗോ ഷാവസും മറ്റൊന്ന് ഈ മഡൂറ എന്ന് പറയുന്ന ആളാണ് 2013 ശേഷം അവിടെ നിലവിലുള്ളത്. ഇപ്പോൾ അയാളുടെ പ്രസിഡന്റ്ഷിപ്പ് കണ്ടസ്റ്റഡ് ആണ്, തർക്ക വിഷയമാണ്, എന്നാലും അയാൾ തന്നെയാണ് അധികാരത്തിലുള്ളത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനിത് കുറേ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് എക്കണോമിക് ഫ്രീഡം എന്നുള്ളതാണ്. ഈ ചുമന്നത് ചിലിയുടെയാണ്. ചിലിയുടെ ആ മേളിലോട്ട് കയറി പോകുന്നു. 1987 ശേഷം മേളിലോട്ട് കയറി പോകുന്നു. ഇനി രണ്ടാമത് കാണിച്ചിരിക്കുന്ന GDP പെർ പ്രതിശീർഷ വരുമാനമാണ്. അത് നോക്കൂ, ചിലിയുടെ മേളിലോട്ട് കയറി പോകുന്നു, വെനസ്വേലയുടെ താഴോട്ട് ഇറങ്ങി വരുന്നു. ഒരു കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ അവിടെ നടന്ന കാര്യങ്ങൾ, ഒന്ന് ചിലി ക്യാപിറ്റലിസ്റ്റായി, വെനസ്വേല സോഷ്യലിസ്റ്റായി. വെനസ്വേല എന്ന് പറഞ്ഞ ഒരു സമ്പന്ന രാജ്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യം ഏതാ? സൗദി അറേബ്യ ആണോ? അമേരിക്കയാണോ? അല്ല, വെനസ്വേലയാണ്. സമ്പത്ത് കൊണ്ട് ശ്വാസം മുട്ടേണ്ട ഒരു രാജ്യമാണ് വെനസ്വേല. വേറെ റിസോഴ്സസും ഉണ്ട്. ചിലിക്ക് അങ്ങനെയൊന്നുമില്ല. ചിലി റിസോഴ്സിലെല്ലാം വളരെ പിറകിലാണ്. പക്ഷെ മിൽട്ടൺ ഫ്രീഡ്മാൻ അടക്കമുള്ളവരുടെ സാമ്പത്തികമായ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചിലിയിലെ സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇന്ന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ in 1975 to 2009 the Chilean economy grew by 293%. 3 ഇരട്ടി. 1975-നും 2019 ഇടയ്ക്ക് ചിലിയുടെ സമ്പദ് വ്യവസ്ഥ 3 ഇരട്ടി വർദ്ധിച്ചു, വളർന്നു. എന്നാൽ ആ കാലയളവിൽ വെനസ്വേലയുടെ എക്കോണമി പകുതിയായി ചുരുങ്ങി. പകുതിയായി ചുരുങ്ങേണ്ട ഒരു കാര്യമില്ല, നോർമലായിട്ട് പോയാൽ മതി. സോഷ്യലിസം ലിവിങ് എക്സാമ്പിളാണ്. എല്ലാ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും പരാജയപ്പെട്ടു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ചിലിയിലെ ക്യാപിറ്റലിസം പെർഫെക്റ്റ് ഒന്നുമല്ല. അവിടെ കുറേ അതോറിറ്റേറിയൻ റൂളൊക്കെ വരുന്നുണ്ട്. അതോറിറ്റേറിയനിസവും ക്യാപിറ്റലിസവും തമ്മിൽ ഒരുമിച്ച് പോവില്ല. കാര്യം ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്, ഫ്രീഡമാണ്. അവിടെ ഒരു സ്വേച്ഛാധിപതി വന്നു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. സ്വേച്ഛാധിപതികൾ എപ്പോഴും സോഷ്യലിസത്തിന്റെ സന്തതികളാണ്. എവിടെ സോഷ്യലിസം ഉണ്ടോ അവിടെ സ്വേച്ഛാധിപതി ഉണ്ടാവും. അല്ലാത്തവരണം നിങ്ങൾക്ക് ഇവിടെ പറയാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ പരിപാടിയും ലാപ്ടോപ്പ് തന്നിട്ട് പോകും. Capitalism does not envisage a dictator or an authoritarian ruler. പക്ഷെ അങ്ങനെ വരാറുണ്ട്. ഇപ്പൊ ചൈനയിൽ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആണ്, സ്റ്റേറ്റ് ക്യാപിറ്റലിസം. സ്റ്റേറ്റ് ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു പുതിയ പ്രസിഡന്റ്, പഴയ ഒരു പ്രസിഡന്റ് ഏതാണ്ട് ഇപ്പോൾ ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗത്തിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകുമായിരുന്നു. കണ്ടായിരുന്നു, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഹൂ ജിൻഡാവോ പുള്ളിയെ പൊക്കിയെടുത്തോണ്ട് പോവാ, പോരെ, ഞാൻ ഇവിടെ ഇരിക്കാം, അല്ല പോരെ, അല്ല സാറിന് സുഖമില്ല, അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പുറത്ത് ഷീ ജിൻപിങ് ഇരിക്കുന്നു. ഷീ ജിൻപിങ്ങിനോട് ചോദിക്കുന്നത് എന്താടാ ഇതെന്തുവിടെ ഇത്? കുഴപ്പമില്ല സാറിന് ഇച്ചിരി കുഴപ്പമുണ്ട്, സാർ ശരിയാക്കുന്നു. ഇനി ഇതുവരെ കണ്ടിട്ടില്ല പുള്ളിയെ. ഹൂ ജിൻഡാവിനെ പിന്നെ ആരും കണ്ടിട്ടില്ല. പ്രസിഡന്റാണ്, ചൈനയുടെ പ്രസിഡന്റ്. ഈ ഷീ ജിൻപിങ് ഇരുന്ന അതേ കസേര ഇരുന്ന ആളാണ്. ചെറുതായിട്ടൊന്ന് വീണ് കഴിഞ്ഞാൽ വെട്ടി മാറ്റും. ജനാധിപത്യം അതല്ല. ഈ മഡൂരയും ഹ്യൂഗോ ഷാവസും ഭരിച്ച വെനസ്വേലയിൽ ഇന്ന് ജനങ്ങൾ പട്ടിണിയും പരിവട്ടവും കൊണ്ട് നെട്ടോട്ട് ഓടുകയാണ്. ഇൻഫ്ലേഷൻ എത്രയാണ്? ഹൈപ്പർ ഇൻഫ്ലേഷൻ അൺഇമാജിനബിൾ ലെവലാണ്. അവിടുത്തെ മുഴുവൻ ആളുകളും അടുത്ത സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പോവുകയാണ്. നോക്കുക, ലോകത്ത് ഏറ്റവും വലിയ എണ്ണ നിക്ഷേപത്തിന്റെ മേളിൽ ഇരുന്നുകൊണ്ടാണ് ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നത് വെനസ്വേല. അവർക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു ഉത്പാദനത്തിന് എന്തൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞു, കഴിയുന്നില്ല. വെനസ്വേലയുടെ അവസ്ഥ എന്താണെന്ന്? തെറ്റായ പോളിസികൾ, സാമ്പത്തിക അന്ധവിശ്വാസങ്ങൾ. ഹ്യൂഗോ ഷാവസ് പറഞ്ഞാൽ എല്ലാവർക്കും ബ്രെഡും പാലും ഒക്കെ കൊടുത്തു. എല്ലാവർക്കും ബ്രെഡും പാലും കൊടുത്തു. അതാണ് ഇപ്പോൾ കൊടുക്കാൻ പൈസ ഇല്ല. തെരുവുകളാണ് അവിടുത്തെ ജനങ്ങൾ. ഞാൻ ഇതിൻ്റെ വളരെ വേസ്റ്റ് ആയിട്ടുള്ള പല പരിപാടികളും കാണിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഈ കുപ്പത്തൊട്ടികളിലും ഈ മാംസത്തിൻ്റെകളൊക്കെ, ഈ കോഴിത്തല ഒക്കെ അതിൻ്റെ ഇടയ്ക്കാണ് ആളുകൾ പോയി സാധനം പെറുക്കുന്നത്, ഭക്ഷണം പെറുക്കിയെടുക്കുന്നത്. വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്ന 2 രാജ്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്, ചിലിയും വെനസ്വേലയും. ഞാൻ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ ഒന്നും പറഞ്ഞ് നിങ്ങളെ വെറുപ്പിച്ചില്ലല്ലോ.
ഇല്ല. ഞാൻ ഈ 2 രാജ്യങ്ങളുടെ കാര്യം മാത്രമേ പറയൂ.